ഇന്ന് കോവിഡ് മരണം ഫ്രീ 69-800 കഴിഞ്ഞ് സെഞ്ചുറി അടിക്കാറായി. കേരളത്തിൽ 70,000 ആവാൻ പോവുക. സ്വോത്രം. അക്കാലത്ത് മരണം അന്വേഷിക്കും, മരണം വിട്ട് ഓടിപ്പോ. അന്ന് ഒരു വ്യക്തി മാത്രം കരയും. ആരാ കരയുന്നത്? കാട്ടാക്കട 70% ഓഫർ. വിസ്മയേക്കാളും കാട്ടാൽ പുസ്തകമേളേക്കാളും ഓഫർ. അവൻ്റെ പേരാ ശവപ്പെട്ടി കച്ചവടക്കാർ. 5 മാസം പെട്ടി കച്ചവടം 70% ഓഫർ. സ്വോത്രം. കണ്ടില്ലേ? ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഇത്രയും മഹാവ്യാധി വന്നാൽ ഒരു വാക്സിൻ വേണ്ടേ? ആ വാക്സിൻ കൊണ്ടുവരാൻ പോകുന്നു. അടുത്ത ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? അമേരിക്കയിലെ ഇന്നത്തെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മോഡി സാറിന്റെ ചെവി വരെ കടിച്ചു പറിക്കുന്ന ഒരു വ്യവസായി പറയുന്നു, ഞാൻ തരാം സകല രോഗത്തിനും വാക്സിൻ, ഒരു ഡോസ് മതി, കാര്യം ക്ലിയർ ആക്കാം. അങ്ങനെയെങ്കിൽ ആ വാക്സിൻ ഏറ്റെടുക്കുക. യേശു പറഞ്ഞതുപോലെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തറക്കുമ്പോൾ വേനലെടുത്തു. ഇസ്രായേൽ അവൻ അടുക്ക രോഗത്തിന്റെ മറവിൽ കാർപ്പറ്റ് വിരിച്ചു വാക്സിനുമായിട്ട് വരാൻ പോകുന്നു. സകല മനുഷ്യന്റെ മേലും വെക്കുവാൻ ഒരു വാക്സിനുമായി പകരം എന്ത് വേണം? ഒരു മുദ്രയായിട്ട് വരാൻ പോകുന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ തരുന്ന വാക്സിൻ നമുക്ക് വേണ്ട. നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. ഏതാ വാക്സിൻ? കഴിഞ്ഞ ഫെബ്രുവരി മാസം 27-ാം തീയതി പൂഞ്ഞാങ്കോടും കാട്ടാക്കടയിലും ബോർഡ് സകലരും കണ്ടില്ലേ? പോളിയോ കേട്ടവരെന്ന് കൈ ഉയർത്താ. എന്താ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്നു പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തിയ ഒരു കുഞ്ഞു വേണ്ട. ആര് പറയുന്നു? സ്വോത്രം. ആരാ പറയുന്നതെന്നറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ, ശ്രീ പിണറായി വിജയൻ ആരോഗ്യമന്ത്രി പറയുന്നു, വേണ്ട, ഒരു കുഞ്ഞ് കാല് തളർന്ന് കിടക്കണ്ട. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാ കൊണ്ട് കാണിച്ചാൽ മതി. ഇസ്രയേൽ കണ്ടുപിടിച്ച ലിറ്റിൽ പോളിയോ. ആ പോളിയോ എന്തിനാ? വാക്സിൻ കൊടുക്കുന്ന എന്തിനാ? പോളിയോ വരാതിരിക്കാൻ. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന ഒരു പോളിയോ ഉണ്ട്. അതിൻ്റെ പേരാ പാപത്തിന് ഏത് വാക്സിൻ ഉണ്ട്? പാപത്തിന് ഏത് റേഡിയേഷൻ ഉണ്ട്? പാപത്തിന് ഏത് കീമോതെറാപ്പി ഉണ്ട്? എന്നാൽ ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, പാപത്തിനൊരു വാക്സിൻ ഉണ്ട്. ഏതാ വാക്സിൻ? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞോട്ട്, ഞങ്ങളുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ഹല്ലേലൂയ, സ്പുട്നിക്, XOCD-24 അല്ല. ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. ആ വാക്സിന്റെ പേര് കാൽവരിയിൽ ചൊരിയപ്പെട്ട ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി പറയണം, ബിൽ ഗേറ്റ്സിന്റെ വാക്സിൻ നമ്മുടെ അകത്ത് പമ്പ് ചെയ്യുന്നതിന് മുമ്പിട്ട് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറോ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കോ. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത്. ഈ മഹാവ്യാധികൾ മുഴുവൻ വന്നാൽ നമ്മൾക്കൊരു വാക്സിൻ ആവശ്യമാണ് ലോകത്തിൽ. അങ്ങനെയെങ്കിൽ ആ വാക്സിനുമായി ഇന്നത്തെ 9 വാക്സിനുകളാണ് ലോകത്തിൽ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇവിടുത്തെ ദർശനയും അതുപോലെ തന്നെ ബ്രില്യൻസും ടൈമും സഫയറും എല്ലാം പഠിപ്പിക്കുന്നത് ഈ വാക്സിനുകൾ. കോവാക്സിനും കോവിഷീൽഡും, ബ്രിട്ടൻ്റെ സ്പുട്നിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ റഷ്യയുടെ സ്പുട്നിക്കും, ബ്രിട്ടൻ്റെ ഓക്സ്ഫോർഡും, ചൈനയുടെ സിനാബിയും, ഇസ്രയേലിൻ്റെ XOCD-24, അമേരിക്കയുടെ 3 വാക്സിൻ, 1 ഫൈസർ, 2 മെഡോണ, 3 ജോൺസൺ ആൻഡ് ജോൺസൺ. ഇന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ ഇല്ല, അവരെ മറയാക്കിയിരിക്കുന്നു എല്ലാ രോഗത്തിന് വേണ്ടി ഒരു വാക്സിൻ കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾക്ക് 2 വാക്സിൻ എടുക്കുമ്പോൾ ഏവർക്കും മതിൽ ചാടുവാൻ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. അതിൻ്റെ കാര്യത്തിന് പുറകെ മോഡി സാർ പുതിയതായിട്ടൊന്ന് കൊണ്ടുവരുന്നു, ആയുഷ്മാൻ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരോഗ്യം വിരൽ തുമ്പിൽ ഒരു കാർഡ് ഇന്ന് അക്ഷയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തായി കാർഡ്? പലരും പറയും 5 ലക്ഷം തരാൻ പോകുന്ന, 5 രൂപ ഇവർ തരത്തില്ല. സ്വോത്രം. KSRTക്ക് ശമ്പളം കൊടുക്കുക ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് സൈന്യത്തെ എങ്ങനെങ്കിലും കുറയ്ക്കാൻ വേണ്ടി, പെൻഷനും കൊടുക്കാതിരിക്കാൻ വേണ്ടി 5 വർഷത്തെ പരിപാടി ഇതേ പോയി ഇതാ വന്നു. സ്വോത്രം. അതുകൊണ്ടാണ് ഇതല്ല. പിന്നെ ആന്നല്ല ചിന്നമാമയ്ക്ക് 5 ലക്ഷം തരുമെന്ന്. സ്വോത്രം. ഇത് നിങ്ങളുടെ തെറ്റാ. നിങ്ങളിവിടെ നെയ്യാർ മെഡിസിറ്റിയിൽ നിങ്ങളുടെ മെഡിക്കലിൻ്റെ ആ കാർഡ് ഓപ്പൺ ചെയ്താൽ അത് PRSൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിംസിൽ കിട്ടും, കിംസിൽ കിട്ടും, പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടും, ബോംബെ ടാറ്റായിലും കിട്ടും. അതിൻ്റെ പേരാ സ്മാർട്ട് കാർഡ്, ആരോഗ്യം വിരൽ തുമ്പിൽ, ആയുഷ്മാൻ. ഇത് മാറും. ഇത് പിന്നെ വരാൻ പോകുന്നത്
മോഡി ഹെൽത്ത് കെയർ. അന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ചിപ്പ് ഇവിടത്തേക്ക് തൊട്ട് വെക്കാം. അങ്ങനെയെങ്കിൽ ഈ കാർഡ് പിന്നത്തതിൽ ചിപ്പ് വരുമോ? ഇന്ന് 2 ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ നമുക്കൊരടയാളം. അത് കേട്ട എത്ര പേരുണ്ട്? വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കണ്ടവരെത്രയുണ്ട്? ചിലർ വാട്സപ്പിനകത്ത് കൊടുപ്പുണ്ട്. ചിലടത്ത് ചോദിക്കത്തില്ലയോ, ഒന്ന് കാണിച്ചാട്ട് സ്വോത്രം. അതിൻ്റെ പേര് ദ മാർക്ക്, ഒരടയാളം. അത് മാറാൻ പോകുന്നു. അത് ബാർകോഡായി വരുന്നു. കൈമേലും നെറ്റിമേലും മുദ്ര. തൊട്ടുവെക്കാം. വെളിപ്പാട് 13, 16, 17, 18, 25 മിനിറ്റോടെ കഴിയുമ്പോൾ ഇന്ന് രാത്രി. ബാക്കി നാളെ ഇതിൻ്റെ ഭാഗവും. റഷ്യ ഉക്രൈൻ എവിടെ യുദ്ധം. വെളിപ്പാട് 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ. വായിക്കാം മക്കളെ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. ചൂടടി തുടങ്ങി. സ്വോത്രം. കോവിഡ് കാലത്ത് കൈമേലും നെറ്റിമേലും ചൂടടിച്ചെങ്കിൽ പുറകെ വരുന്നു മുദ്ര. അടുത്ത മുദ്ര കിട്ടുമാറ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. നാളെ ഈ ഭാഗം ഒന്നുകൂടെ എടുക്കും. 6 നാളെ കമ്പ്യൂട്ടർ വരുന്ന റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അപ്പോൾ പറയാം, മൃഗത്തിന്റെ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. കോവിഡ് കാലം കേരളത്തിൽ 37,000 രോഗികൾ വന്നു. അന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് ഒരു വാർത്ത ഇറക്കി. എല്ലാ ചാനലിലും വന്നു. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കേ സൂപ്പർ മാർക്കറ്റിലും കയറാവൂ, ബാങ്കിലും കയറാവൂ. സന്തോഷമില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കാര്യം പിടികിട്ടി. ആരോഗ്യമന്ത്രി അതിര് കടന്ന് പറഞ്ഞു പോയതാ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു ചെറുപ്പക്കാരനുണ്ട്. ആരാ? നമ്മുടെ ശിവൻകുട്ടി സഖാവോ കടകംപള്ളിയൊന്നുമല്ല. കേരള മുഖ്യമന്ത്രി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ചെറുപ്പക്കാരനാ, ജോൺ ബ്രിട്ടാസ്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. അല്ലാതെ കാട്ടാക്കട സതീഷോ പിന്നെ സ്റ്റീഫനോ ഒക്കെ അല്ല, അവരെല്ലാം അപ്പുറത്തോ. സ്വോത്രം. കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാറ് ഇവർ കോടതിയിൽ പോയ പ്രശ്നമോ, മനുഷ്യൻ്റെ കൈമേൽ വാക്സിൻ എടുക്കുകയോ ചെയ്യാതിരിക്കുന്ന മനുഷ്യൻ്റെ ഇഷ്ടമാണ്. മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞാനിവിടെ കുഴഞ്ഞു വീഴുകയാണ്, ഹാർട്ട് അറ്റാക്ക്. ഉടനെ നമ്മുടെ ദേവദാസ് മാസ്റ്റർ എല്ലാം കൂടെ എന്നെ നിംസി കൊണ്ടുവന്നു, നെയ്യാറ്റിൻകര. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ ഉടനെ കത്തിയും കൊടിലും എടുത്ത് എൻ്റെ നെഞ്ചത്ത് കൈവെക്കോ ഇല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ സൈൻ ചെയ്യാതെ എൻ്റെ നെഞ്ചത്ത് കൊടിൽ കയറ്റത്തില്ല. സന്തോഷമില്ലല്ലോ. ചെറുപ്പക്കാർ താണ്ട പെങ്കൊച്ചങ്ങൾ അവിടെ കാട്ടാക്കടയും തിരുവനന്തപുരത്ത് SIT കിടക്കുമ്പോൾ ഗൈനക്കോളജി ഡോക്ടർ പറയും, ഭർത്താവിനെ വിളി സർജറി വേണം, ചേട്ടൻ വന്ന് ഒപ്പിടാതെ പെങ്കൊച്ചിൻ്റെ വയറ്റിനകത്ത് ഗൈനക്കോളജി കത്തിവെക്കോ. സ്വോത്രം. ഇതാ നിയമം. വാക്സിൻ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഉടനെ പിണറായി വിജയൻ സാർ 24 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് കോടതിയിൽ നിന്ന് റെഡി ആവത്തില്ലയോ. സ്വോത്രം. ഉടനെ പറഞ്ഞ് വാക്സിൻ ഒന്നും വേണ്ട, ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. സന്തോഷമില്ലല്ലോ. കരമുയരുന്നില്ലല്ലോ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മുദ്ര ഇല്ലാതെ പച്ചോളവും കിട്ടിയാലോ പാലും കിട്ടിയാലെന്ന്. സ്വോത്രം. അതിൻ്റെ സാമ്പിളാണ് ഇവിടെ തുടങ്ങിയത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ഒരു മുദ്ര വരണം. ആ റൂട്ട് 2009 മുതൽ മറ്റൊരിക്കൽ, ഇനി അടുത്ത സമയത്ത് കാട്ടാക്കട ഇവിടെ ആര്യനാണെന്ന് തോന്നുന്നു, മറ്റൊരിക്കൽ 2009 കർത്താവിൻ്റെ വരവ്. ഞാൻ പ്രസംഗം ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2009 അതിൻ്റെ 1ാം തലം തുടങ്ങി. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ വഴിയാധാരമായ ആധാർ. സന്തോഷമില്ലല്ലോ. ഇന്നേതാ കള്ളവോട്ടം മാറി. ചന്ദ്രഭാഷ കേൾക്കണോ. സ്വോത്രം. ഇവിടെ ആണിനെ പെണ്ണാക്കി പെണ്ണിനെ ആണാക്കി എല്ലാ പാർട്ടിക്കാരും കള്ളവോട്ട് ചെയ്തുകൊണ്ടിരുന്നത് മാറി. സഹോദരന്മാർ, ആധാറും വോട്ടേഴ്സ് ID ലിങ്ക് ചെയ്തു. സ്വോത്രം. ഇനി മഷിയൊന്നുമില്ല. സ്വോത്രം. വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ വോട്ടേഴ്സ് കാർഡ് അടിക്കുമ്പോൾ ആധാറൂടെ ലിങ്ക് ആവും. കമ്പ്യൂട്ടർ പറയും കയറിക്കോളാൻ. പിന്നെ 2ാമത് കാർഡ് വാട്ടി എന്നാൽ കാട്ടാക്കടയുടെ പോലീസ് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും തരും. സ്വോത്രം. വഴിയാധാരമായി. സ്വോത്രം. നാളെ വരും വാർത്ത. രാഷ്ട്രീയക്കാരുടെ നെഞ്ചത്തെല്ലാം കയറാൻ പോവുക. വഴിയാധാരമായ ആധാർ. സ്വോത്രം. ജനിച്ചാൽ ആധാർ, കടയിൽ ആധാർ, റേഷൻ ആധാർ, ബാങ്കിൽ ആധാർ, പാസ്ബുക്ക് ആധാർ, സ്കൂളിൽ ചേർക്കാൻ ആധാർ, സകലതും ആധാർ. ദാ കിടക്കുന്നു അന്ത്യകാലം. പിന്നെ ശവസ്ത് മടക്കിയിട്ടും മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലും വഴിയാധാരമായ ആധാർ. സന്തോഷമില്ലല്ലോ. അമ്മച്ചി മരിച്ചാലും സഹകരണ ബാങ്കിൽ നിന്ന് കണ്ടലേന്ന് വരുന്നവൻ ഇപ്പം തന്നെ കണ്ടലെ ആടിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ഇതെല്ലാം പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിർമ്മൽ കൃഷ്ണ പോയി, എല്ലാം പോയി.
പോയി തിരുവനന്തപുരത്ത്, അടുത്ത കണ്ടലയും പോവുക സ്വോത്രം. അമ്മമാരൊക്കെ 5-6 കരയാൻ പോവുക സ്വോത്രം. കണ്ടില്ലേ, അത് അന്ത്യകാലമാണ്, സാമ്പത്തികമാണ്. താണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് പെൻഷനുമായിട്ട് വരുന്ന നാണുവിൻ്റെ അടുത്ത് പറയും, മോനെ 50 രൂപ വെച്ച അമ്മച്ചി ചത്തവരോ ആരോടും പറയണ്ടെന്ന് സ്വോത്രം. 1 വർഷം നമ്മൾ പെൻഷൻ മേടിക്കും, തീർന്നില്ല. അച്ചായം മരിച്ചാലും 1 വർഷം നമ്മൾ റേഷൻ കാർഡ് BPL റേഷൻ മേടിക്കും സ്വോത്രം. അതുകൊണ്ട് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയാൽ വഴിയാധാരമായ ആധാർ കാണിച്ചല്ലേ സർട്ടിഫിക്കറ്റ്, അപ്പോഴേ കട്ടി എല്ലാം തീർന്നു, പെൻഷനും തീർന്ന്, ഗ്രാറ്റുവിറ്റിയും തീർന്ന്, ഹെൽത്ത് കാർഡും തീർന്നു സ്വോത്രം. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ആധാർ 2009, 3 കാര്യം പറയുമ്പോൾ നിർത്ത്. 2015 ആധാർ മാറി. കാത്തിരക്കോ ദന്തമാക്കൻ ജിയോയിലേക്ക് ജാവോ, വേൾഡോണ് ഫിംഗർ ടിപ്പ്. കാത്തിരക്കോ ദന്തമാക്കൻ റേഷനിലേക്ക് ജാവോ. 4 കിലോ വെള്ളം, 2 കിലോ കൊത്ത്, 3 ലിറ്റർ 3 ആട്ട, 1/2 ലിറ്റർ മണ്ണെണ്ണ സ്വോത്രം. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന കാട്ടാക്കടക്കാർക്ക് നല്ല വാർത്ത, സഖാവ് പിണറായി അടുത്ത വെച്ചു. കാത്തിരക്കോ ദന്തമാക്കൻ അറ്റൻഡൻസ് സ്പാർക്ക് തീർന്നില്ലല്ലോ സ്വോത്രം. സെക്രട്ടേറിയറ്റ് കുഞ്ഞമ്മ ചിന്നമ്മയെ വിളിച്ചു പറയാം, എടി ഞാൻ ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് 11 മണിക്ക് വരും, എൻ്റെ ഒപ്പൂടെ നീ ഇട്ടേക്കാം സ്വോത്രം. അങ്ങനെയല്ലയോ ചെയ്തുകൊണ്ടിരുന്നത് സ്വോത്രം. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സ്വോത്രം. പത്രം വായിക്കുന്നവർക്കറിയാം സ്വോത്രം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സ്പാർക്ക് കയറി പോകുമ്പോൾ കീക്കി കൂക്കു, ഇറങ്ങി വരുമ്പോൾ കീക്കി, മണിക്കൂർ ശമ്പളം എല്ലാം തീരാറായി മക്കളെ. പത്രോസ് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ അവസാനം സ്വോത്രം തീരാൻ പോവുക. കാത്തിരക്കോ ദന്തമാക്കാൻ തീർന്നില്ല. ഞാൻ കട്ടക്കോട്, വിളപ്പിൽശാല റോഡ് കട്ടക്കോട് 2017-ലോ 18-ലോ റേഷൻ കൈവച്ച് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടാക്കടയിൽ ആൾക്കാർ പറഞ്ഞതാണ്, പാസ്റ്റർ ഈ പഠിച്ച് ബുദ്ധി കൂടി നട്ടളവിയെന്ന് സ്വോത്രം. എല്ലാ എൻ്റെ സുഹൃത്തുക്കളായി ഈ കാട്ടാക്കട ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വിളപ്പിൽശാല തിരിയുന്ന ആ വളവിന് കർത്താവിൻ്റെ വരവ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 2017, 5 കൊല്ലം മുമ്പ് റേഷൻ കൈവച്ച് മേടിക്കുമെന്ന്. അന്ന് കാട്ടക്കോട് ആൾക്കാരെല്ലാം പറഞ്ഞു, ഞാൻ ഈ പഠിച്ച് ലൂസാവുമല്ലോ ചിലർക്ക് ലൂസായെന്ന്. പക്ഷേ ഇത് ഞാൻ പറയാൻ കാര്യം, തിരുവനന്തപുരത്ത് 2 കമ്പനി ഉണ്ടായിരുന്നു, UST ഗ്ലോബലും വേറെ ന്യൂട്രൻസോ ഏതോ 2 കമ്പനിയുടെ പിള്ളേരെന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കണം, ഞങ്ങൾ റേഷൻ കാർഡും കൈയും വെച്ച് ഇവിടെ റേഷൻ മേടിക്കുന്നതിൻ്റെ ടെക്നോളജി സ്വോത്രം. ഇത് എനിക്കാരും ചോർത്തിയതല്ല, ഈ പിള്ളേർ ചോർത്തിയതാണ് ഞാൻ ഇവിടെ പറഞ്ഞു, അല്ലാതെ എനിക്ക് പ്രവചനം കിട്ടിയതൊന്നുമല്ല. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കാട്ടാക്കട കോവിഡിനുണ്ട് നോക്കിയപ്പോൾ ചിന്നമ്മാമേ, സുഷമ്മ ചേച്ചി എല്ലാം കൂടെ കാത്തിരക്കോ റേഷൻ മേടിക്കുന്നു സ്വോത്രം. കണ്ടില്ലയോ, എവിടെ ഉണ്ട് ബൈബിളിനകത്ത് ഇത് സ്പാർക്ക്? ഇതെല്ലാം കൈവച്ചാൽ ഡോറ് തുറക്ക്, കൈവച്ചാൽ എമിഗ്രേഷൻ, ഇതെല്ലാം വരാൻ പോവാ. ഇതിൻ്റെ പേരാ വേൾ ഓൺ ഫിംഗർ ടിപ്പ്. 2ാം തലം 2015 ബൈബിളിലുണ്ടോ ഇതെല്ലാം? പലരും വിചാരിക്കുന്ന അവറാച്ച മലയിൽ പോയതെന്ന പൂഞ്ഞാങ്കോടുകാർ കേൾക്കട്ടെ, ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇത് മൊത്തം എഴുതിയിട്ടുണ്ട് സ്വോത്രം. മനുഷ്യൻ കൈവച്ച് റേഷൻ മേടിക്കൂ, മനുഷ്യൻ കൈവെക്കുമ്പോൾ വാതിൽ തുറക്കൂ, മനുഷ്യൻ കൈവെക്കുമ്പോൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തൂ. പറയാം ബൈബിളിനകത്ത് ഇയ്യോബ് 37:7 വായിക്കാം. ടെക്നോളജി ഇയ്യോബ് 37:7 വേഗത്തിൽ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. പൂഞ്ഞാങ്കോടും കാട്ടാക്കടയും വീട്ടിലുള്ളവർ കേൾക്കട്ടെ, 2 വയസ്സുള്ള കൊച്ചു സ്കൂളിൽ ചെന്നാൽ കൈ മുദ്രയിടും. അത് കഴിഞ്ഞിട്ട് 85 വയസ്സുള്ള അപ്പച്ചൻ പെൻഷൻ മേടിക്കാൻ വീട്ടിൽ കിടന്നാൽ അംഗനവാടിയിൽ നിന്ന് ടീച്ചറും വരും, പഞ്ചായത്തിൻ്റെ ഓഫീസറും വരും, ലാപ്ടോപ്പിൽ കൈമുടായി എന്നെങ്കിലേ പെൻഷൻ കിട്ടൂ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. 2ാം തലം മനുഷ്യരിലേക്ക് ചിപ്പ് വരുന്നതിൻ്റെ റൂട്ടാണ് പറയുന്നത്. തിരുവനന്തപുരം, പേയാട്, കാട്ടാക്കട, അമ്പൂരി, തേക്കുപാറ, അത് കഴി കളിയൽ, അങ്ങനെയുള്ള റൂട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ചിപ്പ് എവിടം വരെ പോകാൻ പോകുന്ന ഇന്ന് രാത്രി മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യൻ ആരാ? ഇയ്യോബ്. മനസാക്ഷി യുഗത്തിൽ ഭക്തനായ ഒരുവൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ ഇയ്യോബ്. വല്ലവർക്കും അറിയാമോ? ന്യായപ്രമാണ യുഗത്തിൽ ഭക്തനായ ഒരുവൻ ഇയ്യോബ്. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി, എല്ലാം പോയി. ഇപ്പം എന്താ സ്വോത്ര? സാത്താൻ അവനെ ഒന്ന് സന്ദർശിച്ചു. സാത്താൻ ഒരു വിസിറ്റ് എടുത്ത് സ്വർഗത്തിൽ ചെന്നു. സ്വർഗം ചോദിച്ചത് ക്രിസ്ത്യൻ കോളേജിൻ്റെ മുമ്പിൽ കൺവെൻഷൻ നടന്നുവെന്ന്, അല്ലെ പിണറായി വിജയൻ സാർ അധികാരമേറ്റോന്ന്, കോവിഡ് കാലത്ത് കിറ്റ് കിട്ടിയോന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഞങ്ങളെ മൊത്തം യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ടെലിവിഷനകത്തും കാണും, പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ കാണും, സഭയുടെ പ്രസിഡന്റിനെ സെക്രട്ടറിയെ ലോകം മുഴുവൻ അറിയും. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ കിടക്കകത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിന്നെ ആരും കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ പറ്റി ഒരു ക്ലെയിമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം.
ഇവിടെ പേരുള്ള പല പുള്ളിയേക്കും അവിടെ പേരില്ലെന്ന് സ്വോത്രം, സന്തോഷമില്ലല്ലോ സ്വോത്രം. എന്നാൽ ഇവിടെ ആരും പേരില്ലാത്ത ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒന്നാം ലിസ്റ്റ് അവിടെ കാണും സ്വോത്രം. എന്നിട്ടും കാട്ടാക്കടക്കാർക്ക് സന്തോഷമില്ലല്ലോ. അതുകൊണ്ടല്ലേ ദാനിയേലിനെ ദൈവം വിളിച്ച പ്രിയ പുരുഷനായ ദാനിയേല് സ്വോത്രം. നെബൂഖദ്നേസർ വിളിച്ചില്ല, സ്വർഗം വിളിച്ചു എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ പേര്. ഇപ്പം എന്ത്, ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി, ശരീരമാകെ പരുക്കൾ ബാധിച്ചു. ആ സമയത്ത് അമ്മാമ്മ പറയുക കവലയോഗം എല്ലാം നിർത്താൻ. കൂടെ 2 കൊച്ചു പാസ്റ്റർമാരുണ്ട്, എലീഫസും ബിന്ദാദ്. അവർ പറഞ്ഞ് സെറ്റെല്ലാം വിറ്റ് കാശ് മേടിച്ചോളാം സ്വോത്രം. കണ്ടില്ലേ, ഞങ്ങളുടെ പാസ്റ്റർമാർ കണ്ടില്ലേ, യോഗം കുറയുമ്പോൾ എല്ലാം വിറ്റ് കാശ് മേടിച്ചോളൂ സ്വോത്രം, ഇതുപോലെ മേടിച്ചോളാൻ. അപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്നെ കൊന്നാൽ ഞാൻ ഈ വചനം പ്രസംഗിക്കും സ്വോത്രം. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ്സോർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ശരീരം മുഴുവൻ ഓട്ടകഷ്ണം വെച്ച് ചൊറിഞ്ഞ് പരുക്കൾ ബാധിച്ച ഇയ്യോബ് അന്തിമ ദിനത്തിൽ പറഞ്ഞ് എന്നിലൊരു തേജസ് വെളിപ്പെടുക, അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി. എവിടെ ദാനിയേൽ ഒരു ഭവനമുണ്ടായിരുന്നു, ലാസറിൻ്റെ ഭവനം. അവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു, മാർത്ത ചേച്ചി കട്ടൻ കാപ്പി, മറിയ ചേച്ചി നല്ല അംശം. ലാസർ പോസ്റ്റ് ഒട്ടിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 3 ദീനം ലാസറിന്. 1 ഷുഗർ ബാധിച്ച് കാലിൻ്റെ തള്ളവിരൽ മുറിച്ചു. 2 ക്യാൻസർ വന്ന് തല മുഴുവൻ മൊട്ടയായി പോയി. 3 ഹാർട്ടിനകത്ത് ഓപ്പറേഷൻ ബൈപ്പാസ്. യേശു വന്നോ? വന്നില്ല. 4 ദിനം അവർ കാത്തിരുന്നു, 96 മണിക്കൂർ. 3 ദിനത്തിനകത്ത് വന്നാൽ യഹൂദൻ്റെ ഒരു വിചാരമുണ്ട്, ആത്മാവ് കല്ലറയ്ക്ക് ചുറ്റു. അതുകൊണ്ട് യേശു അവനെ അങ്ങോട്ട് കുപ്പി കയറ്റി ഇറക്കിയതാണ്. അതുകൊണ്ടാണ് നാറ്റം വെച്ചിട്ട് യേശു വന്നത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യോഹന്നാൻ 11:43 വചനം ഉറപ്പോട് ഇന്ന് രാത്രി പ്രാപിച്ചോണം. യോഹന്നാൻ 11:43 യേശു ലാസറിന്റെ കല്ലറ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. അവൻ പുറത്ത് വന്നു. സഹോദരന്മാരെ, 108 ആംബുലൻസ് വന്നോ? ഇല്ല. അനന്തപുരി കൊണ്ടുപോയോ? കിംസി കൊണ്ടുപോയോ? വചനം മനസ്സിലാക്കണം. 12:02 ഒരു പന്തി അവിടെ ഉണ്ടായിരുന്നു. മരിച്ച ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലുണ്ടായിരുന്നു സ്വോത്രം. ഇന്ന് രാത്രി അവൻ്റെ കാല് മുറിച്ചത് കാണാനില്ല, അവൻ്റെ തലമുടിക്കകത്ത് തലമുടി കൃത്യം, ശരീരത്തിനകത്തൊരു പാടുമില്ല. അതുകൊണ്ട് ബൈബിൾ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ് ഉയർക്ക. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ നെഞ്ച് കീറി പ്രസംഗിക്കുന്നത്. കുഞ്ഞ്, ഇന്ന് രാത്രി ഇവിടെ ഞങ്ങൾ വീണാലും ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ഞങ്ങളുടെ ആത്മാവിനൊരു നിത്യപർദീസയുണ്ട്. ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യകാല പ്രഭാഷണമെങ്കിലും ഇന്ന് രാത്രി പറയണം, ഹല്ലേലൂയ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനമൊരുക്കി എന്നെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. 2009 ആധാർ, 2015 ഹാത്തിരക്കോ ദണ്ഡമാക്കൻ ജിയോ. 2018 3 തലങ്ങൾ വന്നു. 4 തലങ്ങൾ. എന്താ 4 തലങ്ങൾ? 1 വന്നു, ആദ്യത്തെ മൈക്രോ ചിപ്പ് അടയാളങ്ങൾ തുടങ്ങി. എവിടം വരെ തുടങ്ങിയെന്നറിയാമോ? 1ാമത്തെ മൈക്രോ ചിപ്പ് വന്ന് ATM. 4 ചിപ്പുകൾ, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. 1ാമത്തെ ചിപ്പ്. 2ാമത്തെ ചിപ്പ് വന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, 2ാമത്തെ ചിപ്പ് വന്നതെന്നറിയാമോ? എവിടെ വന്നു? ആനയുടെ വാലിൽ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ആനയുടെ വാലിൽ ചിപ്പ്. കാട്ടാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് വരുന്ന ആന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല സ്വോത്രം. ആനയുടെ വാല ഒരു ചിപ്പുണ്ട്. മൃഗഡോക്ടർ ഇതിനെ അടിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാകും. ആ ചിപ്പിനകത്ത് 2 പാർട്ടിക്കിളുണ്ട്. 1 ബ്ലഡിൻ്റെ കൗണ്ട്, 2 നെർവസ് സിസ്റ്റം. ആനയുടെ മതപ്പാടുണ്ടോ എന്ന് കമ്പ്യൂട്ടർ പറയും. ഉടനെ മതപ്പാടുണ്ടെങ്കിൽ ഡോക്ടർ പറയും പിന്നെ എരുത്താവൂര് നരുവാമൂട്ടി കൊണ്ട് തെങ്ങി കെട്ടിയിട്ട് കുറച്ച് പട്ട് മടലും ശർക്കരയും കൊടുക്കാൻ പറയും. സ്വോത്രം ക്ലിയർ ആണേ പറയും. പാപ്പാനോട് പറയുന്നത് എന്താ പറയുക, നീ വാട്ടീസ് അടിക്കരുത്, മര്യാദയ്ക്ക് ആനയെ കൊണ്ടുപോകാൻ പറയും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടിട്ട് ആനയെ നടക്കാൻ പറ്റും. ആനയുടെ തൂക്കം എത്ര ഉണ്ട്? ആര് പറയും ആനയുടെ തൂക്കം? എത്ര ആനയുടെ തൂക്കം? പള്ളിക്കൂടത്തിൽ പോകണം, മാങ്ങ എറിയരുത്. ചെറുത് 4000, വലുത് 6000. സ്വോത്രം. ആനയെ കൊണ്ട് കിടക്കുന്ന പാപ്പ നാരായണൻ ചേട്ടൻ എത്ര ഉണ്ട്? 55 കിലോ, ഒരു ചുള്ളിപടി. സ്വോത്രം. കാട്ടാക്കടയിൽ നിന്ന് വെള്ളറട വരെ നടത്തും. അതാ മനുഷ്യനാര്? ദൈവം മനുഷ്യന് അതിശയവും ഭയങ്കരവുമായി. ബാക്കി പറ.
സൃഷ്ടിച്ചിരിക്കുന്നു. 1950 കാട്ടാക്കടയിലെ കാക്ക ചിന്നമാമ മത്തി വെട്ടുമ്പോഴേ കാക്കാക്കിക്കൂന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്വോത്രം. ഇന്നത്തെ മനുഷ്യൻ എവിടെ പോകുന്ന പൂജപ്പുറക്കാരൻ ചെറുപ്പക്കാരൻ ചൊവ്വായി പോന്നു. ദാനിയേൽ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. സ്വോത്രം. കണ്ടില്ലേ, ഒരു പാപ്പാനെ ഒരു ചുള്ളിവടിയായിട്ട് കാട്ടാക്കടയിൽ നിന്ന് വെള്ളറട വരെ നടത്തും. ദൈവ അതിശയവും ഭയങ്കരവുമായി 6000 കിലോ ഉള്ള ആനയെ 55,000 നടത്തുന്നെന്ന്. സ്വോത്രം. മനസ്സിലായവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ ചിപ്പ് വന്നു. എവിടാ? വണ്ടിയുടെ കാറിൻ്റെ അകത്ത്. സന്തോഷമില്ലല്ലോ, കാറിൻ്റെ ഇൻറ്റീരിയറിനകത്ത്. അതുകൊണ്ടല്ലേ കാട്ടാക്കടയിലെ സോമൻ ചേട്ടൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പെൺകുട്ടി മാരുതി എന്ന് വിളിക്കും. ഗുഡ് മോർണിംഗ് സോമൻ സാർ, 28,000 കിലോമീറ്റർ ഓടിയിൽ വണ്ടി സർവീസ് ചെയ്യാൻ വരുന്നില്ലെന്ന്. സോമൻ ചേട്ടനും ചൂട്ടമ്മയ്ക്കും അറിയത്തില്ല 28,000 പെങ്കൊച്ചറിഞ്ഞെന്ന്. സ്വോത്രം. എങ്ങനെ അറിഞ്ഞു? സ്വോത്രം. വണ്ടിയുടെ ഇൻറ്റീരിയറിനകത്ത് ഇരിപ്പോണ്ട് ചിപ്പ്. ഇനി വണ്ടി കാണാതെ പോയാൽ കാട്ടാക്കട DYSP വിളിക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ വണ്ടി നമ്പർ ചിപ്പിൻ്റെ അപ്പം തന്നെ അവർ ട്രേസ് ചെയ്തിട്ട് പറയും എവിടെ കിടക്കുന്നെന്ന് പറയൂ. ഗണപതിക്കല്ല് കുഞ്ഞമ്മാമയുടെ വീട്ടിൻ്റെ അവിടെ വണ്ടി കിടപ്പുണ്ടെന്ന് പറയും. സ്വോത്ര. സാറ്റലൈറ്റ്. നാളെ ബാക്കി പറഞ്ഞു തരാം. 6 അധികം. ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി ചെന്ന് വണ്ടിയുടെ ഇൻറ്റീരിയർ കുത്തിപ്പൊളിക്കല്ലേ കോവിഡായിട്ടുള്ള കാശ് പോകും. സ്വോത്രം. എല്ലാ 10 ലക്ഷം രൂപയുള്ള വണ്ടികളിലെല്ലാം ദാ വെച്ചിരിക്കുന്നു 3ാമത്തെ ചിപ്പ്. 4. ഇന്ന് വണ്ടിയുടെ തലേ 4ാമത്തെ ചിപ്പ് തന്നു. മതിൽ ചാടാൻ ഫാസ്റ്റാഗ്. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ട്. അങ്ങനെ ഒരു സാധനത്തെ പറ്റി കേട്ടവർ. ഫാസ്റ്റാഗ്. ഫാസ്റ്റാഗ് എന്തിനാ? മതിൽ ചാടുമ്പോൾ ടോള് കട്ട് ചെയ്യാനാ. ഇത് ഇന്ത്യയിൽ ഫാസ്റ്റാഗ്, അമേരിക്കയിൽ ഫാസ്റ്റാഗ്, ദുബായിൽ സാലിക്ക്. എല്ലാ വണ്ടിയുടെ മേളിലും ഫാസ്റ്റാഗ്. എന്തിനാ ഇത് കൊണ്ടുവന്നതെന്നറിയാമോ? വണ്ടിക്കകത്ത് കള്ളനോട്ടുണ്ടോ, അതുപോലെ മയക്കുമരുന്നുണ്ടോ, കഞ്ചാവുണ്ടോ? ഇതാരാ കൊണ്ടുവന്ന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നതാ ഈ ഫാസ്റ്റാഗ്. പലരും വിചാരിക്കുന്ന ടോളാ കട്ട് ചെയ്യുന്നതെന്ന്. തീർന്നില്ല. ദാണ്ട് MRI സ്കാനാ. സ്തോത്രം. ദാണ്ട് കണ്ടില്ലേ? ദാണ്ട് ഈ ബാർകോഡാണ് നിങ്ങളെ ഫാസ്റ്റാകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ MRI ആ ടൂളിൽ നിന്ന് എടുക്കുന്ന വണ്ടിക്കകത്ത്. സംശയമുണ്ട്. ഞാനും വേറൊരു പാസ്റ്ററും ഇഷ്ടം പോലെ സുവിശേഷം പറഞ്ഞ് അടിച്ചു മാറ്റിയ കാശ് ഞങ്ങൾ ഇവിടെ കോയമ്പത്തൂരിൽ പോവുക. നല്ല ഇന്നോവേ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞ് നല്ലോണം വിട്ടു. ഞങ്ങൾ ഇവിടുന്ന് പാടിക്കൊണ്ടുപോവാ. സീറ്റിൻ്റെ നടുവിൽ കാശ് വെച്ചിട്ട് നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സ്വോത്രം. അതല്ലേ പെന്തിക്കോസിലെ മൂപ്പന്മാരെല്ലാം പാട്ട്. സ്വോത്രം. എല്ലാത്തിനെയും ദൈവം ഒതുക്കും. സ്വോത്രം. കർത്താവിൻ്റെ പേര് കാശടിച്ച് മാറ്റി എല്ലാത്തിനും. സന്തോഷമില്ലല്ലോ. ആരെയൊക്കെ അടിച്ച്? അഹരോനെ അടിക്കാൻ ദൈവത്തിൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു. വടി വിട്ടു പോയപ്പോൾ വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു ആക്കാൻ. വല്ല ഓർമ്മയുണ്ടോ? ഉപദേശയുടെ കൂടെ ഒന്ന് എല്ലാം അടിച്ചു മാറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നീങ്ങിപ്പോയി പാടി ആക്കാൻ. അവനെ ആക്കോർ താഴ്വരെ കൊണ്ടുവന്ന് അടിച്ച് ശരിയാക്കി. സ്വോത്രം. തീർന്നില്ല. വേറൊരു കൊച്ചു മാസ്റ്ററിലായിരുന്നു കാട്ടാക്കട സ്റ്റേജിൽ ചാടുന്ന ഗേഗസി. സ്വോത്രം. കരകാണ കടലമേലെ മോകപ്പവും കുരുവി പറന്ന്. സ്വോത്രം. അവനെ കിട്ടിയില്ലേ കുട്ടം. സ്വോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പേരിൽ പൈസ അടിച്ചു മാറ്റിയ CSI ആയാലും പെന്തിക്കോസ് ആയാലും മർത്തോമക്കാരനായാലും എല്ലാവരും അടിക്കാൻ കർത്താവിൻ്റെ ഒരു വടിയുണ്ട്. സ്വോത്രം. നിങ്ങൾ സ്വോത്രം പറയത്തില്ലല്ലോ. സ്വോത്രം. 15 കൊല്ലം പ്രസംഗിച്ച് മക്കളെ ഇത്രയൊക്കെ പ്രസംഗിച്ചാൽ ഇനി പെൻഷൻ പറ്റിയാലും കുഴപ്പമില്ല. സ്വോത്രം. അതുകൊണ്ട് ഉള്ളത് തീർത്ത് പറയണമല്ലോ. നാളെ കാട്ടാക്കട പോയാലും പറയണം ഇവൻ കള്ളനല്ലെന്ന് പറയണം. സ്വോത്രം. ഞാൻ കാട്ടാക്കട വന്നിറങ്ങിയപ്പോൾ CSIയിലെ 2 ചെറുപ്പക്കാർ ഓടി വന്ന് പാസ്റ്ററെ പള്ളി പ്രസംഗിച്ചതാ. മക്കൾ 2 പേര് ടീച്ചറെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എന്തോ ഒരു സ്നേഹം. സ്വോത്രം. വെള്ളറട ചെന്നാലും കാട്ടാക്കട ചെന്നാലും നെയ്യാറ്റിൻകര ചെന്നാലും ഞാൻ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളുണ്ട് ഒരു ഗ്ലാസ് വെള്ളം തരും. സ്വോത്രം. നാളെ ഇറങ്ങിയാൽ സത്യം പറയണം. സ്വോത്രം. പണമല്ല വലുത്, ഒരാത്മാവിൻ്റെ രക്ഷയാണ്, നിത്യവചനം. അതുകൊണ്ട് സ്വോത്രം. അറിയാം അമ്മാണ്ട എൻ്റെ സ്നേഹിതനും എത്ര കർത്താവിൽ ഞാനും എത്ര രാത്രി പാവപ്പെട്ട പാസ്റ്റർ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടെന്നറിയാം. ഞങ്ങളാരും പണത്തിന് വേണ്ടിയല്ല, ഒരു വ്യക്തി യേശുവിനെ കാണണം. സ്വോത്രം. അതാ ഞങ്ങളുടെ മാർഗം. ഞാനും ഈ ദൈവദാസനോട് പോകുമ്പോൾ പാലക്കാട് വാളയാർ റോഡ് അപ്പോഴേ ക്യാമറ പിടിക്കും. സ്വോത്രം. അപ്പോൾ തൊട്ടപ്പുറത്ത് ക്രൈംബ്രാഞ്ച് ഞങ്ങളോട് പറയും ആ പെട്ടി ഒന്ന് തുറക്കാൻ പറയും. നല്ല നോട്ട്. ഉടനെ ചോദിക്കും എവിടെ നിന്ന് കിട്ടി? ഞാൻ പറയും എൻ്റെ സാറ് ഞാൻ പ്രസംഗിച്ച് ഇഷ്ടം പോലെ കാശ് ബാങ്കിൽ ഇട്ടുകൂടായിരുന്നു, പാൻ കാർഡ് ഉണ്ടായിരുന്നു, ഇതെവിടെ നിന്നാണ് സോഴ്സ് അറിയണം, ഇങ്ങോട്ട് വെക്കാൻ പറയും. സ്വോത്രം. അവരെ വണ്ടി കയറ്റ്. എന്നിട്ട് ഞങ്ങളൊരു പാട്ട് പോടും. കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. അതിർത്തി കാശ് പിടിക്കോ? കാട്ടാക്കട BJPക്കാരടുത്ത് ചോദിച്ചാൽ അത് ഞാൻ ഒരു പാർട്ടിക്കും എതിരല്ല. ഇലക്ഷന് കൊടകര കുഴൽപ്പണം പിടിച്ചെന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. പോലീസുകാരടുത്ത് ചോദിക്കണം. ക്യാമറയാ പൊക്കി കൊടുത്തത്. സ്വോത്രം. അതുകൊണ്ട് ആ K. സുരേന്ദ്രൻ സാർ ഇപ്പം ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന മിണ്ടുന്നില്ല. സ്വോത്രം. പെന്തിക്കോസുകാർ ഇതിൻ്റെ അപ്പുറത്ത് കുടിക്കാൻ പോവുക. അടിച്ചു മാറ്റിയവനെ മുഴുവൻ ക്യാമറയിൽ കൊടുക്കാൻ. സ്വോത്രം. അത് എന്നിട്ട് ഇത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും നോട്ടുണ്ടേ വണ്ടി വെച്ച് പോവല്ലേ, വടക്കേ ഇന്ത്യ വല്ല വേലക്കെങ്ങാനും കൊടുത്ത് ഗുഡ് ബൈ പറഞ്ഞു. സ്വോത്രം. കാര്യം പോക്കാ. സ്വോത്രം. അകത്ത് പോവും. സ്വോത്രം. അതിൻ്റെ പേരാ ഫാസ്റ്റാഗ്. 5. ഇനിതാ വരുന്നു
നിർമ്മല സീതാരാമൻ ദാ കിടക്കുന്നു. പാസ്പോർട്ടിനകത്ത് RFID. അഞ്ചാമത്തെ സംഭവം ദാ കിടക്കുന്നു. പാസ്പോർട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ 3 വർഷം 2025 പാസ്പോർട്ട് നിങ്ങൾ കാണിക്കണ്ട. പാസ്പോർട്ടിൻ്റെ മേളിലെ ചിപ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടത്തേക്ക് പോകാനും ഡോർ തുറന്നു തരും. അതിൻ്റെ ഇംഗ്ലീഷാ ന്യൂ വേ വേൾഡ് ഓർഡർ. ഇന്ന് രാത്രി കേട്ടോണേ, ഇന്ത്യയുടെ നിർമ്മല സീതാരാമൻ ദാ കൊണ്ടുവന്നിരിക്കുന്നു. പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ് RFID. 5 കാര്യങ്ങൾ ഇന്ന് രാത്രി. 1 ATM, 2 ആനയുടെ വാല്, 3 കാറിൻ്റെ ഇൻറ്റീരിയർ, 4 യാത്ര ചെയ്യുവാൻ കാറിൻ്റെ മേളിൽ ഫാസ്ടാഗ്, 5 ദാ കിടക്കുന്നു നമ്മുടെ യാത്ര ചെയ്യേണ്ട ഡോക്യുമെൻ്റായ പാസ്പോർട്ടിൽ ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളു, നമ്മുടെ കൈമേലും നെറ്റിമേലും വരുവാൻ കാലമായി. അതിനു മുമ്പ് വരുവാനുള്ളവൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയും പൂജാങ്കോട് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 സയൻസ് കൂടെ പറഞ്ഞിട്ട് നാളെ ഇതിൻ്റെ ബാക്കിയും റഷ്യ ഉക്രൈനും പറയാം. ഈ കൈമേലും നെറ്റിമേലും 2 അർത്ഥങ്ങൾ. 1 കൈക്കകത്ത് വെച്ചാൽ ചൂട്. അതിപ്പോൾ നമ്മളെല്ലാം ഡോക്ടർമാരായല്ലോ. ഇവിടെ ഈ ചർച്ച് കോവിഡ് കാലത്ത് അടച്ചു കിടന്ന് സമയം നോക്കേണ്ട 9:15 ആയതേ ഉള്ളൂ. അപ്പോൾ ഈ മോൻ അവിടെ ഇരിക്കുന്നത് ചിന്നമ്മ സിസ്റ്റർ വരുമ്പോൾ കൈ നോക്കും. അപ്പോൾ 99 ചൂട്. അമ്മാമേ വീട്ടിൽ പോയി 7 ദിവസം ക്വാറന്റൈൻ ഇരിക്കുക. അവൻ ഡോക്ടറും അല്ല, BSc നേഴ്സും അല്ല. സ്വോത്രം, അവൻ ഡോക്ടർ ആയില്ലേ, സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഈ മോള് ചിന്നമ്മ വേറൊരു അച്ചായൻ വരുന്നു. തോമാച്ചാൻ കുനിയാമ്മയെ തലേര ഒറ്റയടി 40 ഡിഗ്രി. ഉടനെ തോമാച്ചാൻ്റെ അടുത്ത് പറയുക, നേരെ കാട്ടാക്കട പോയി 300 രൂപ ഇട്ടിട്ട് കുഴൽ മൂക്കിലോട്ടിട ആൻറ്റിജൻ. അപ്പം അറിയാവുന്ന കോവിഡുണ്ടോന്ന്. സ്വോത്രം. എവിടാ നോക്കിയത്? കൈമേലും നെറ്റിമേലും ഇൻഫ്രാറെഡ് മീറ്റർ. ഇത് 1 മെഡിക്കൽ സയൻസ്, 2 യഹൂദൻ ഏതാ? കൈമേലും നെറ്റിമേലും അവൻ്റെ വചനം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2 വാക്യം കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താം, ബാക്കി നാളെ പൂർണ്ണമാകുന്നില്ല എങ്കിലും നിർത്താം. പുറപ്പാട് 13:9. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈന്മേൽ അടയാളമായും കണ്ണുകളുടെ നടുവ്, നെറ്റി എന്ന് പറയുന്ന കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യവുമായിരിക്കണം. അടുത്തത് ബലമുള്ള കൈ കൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. മതി. അന്ന് എഴുതി കൊടുത്ത മോശയുടെ പ്രമാണമാ ഈ വായിച്ചത്. ബൈബിൾ അറിയണം. അല്ല കാട്ടാക്കട യോഗത്തിന് അവസാനം യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഴിയും കൂടെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ റൂട്ട്. അതിന് ഇത്രയും വാക്യം വായിക്കുന്നത് എന്താ? ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം അടിമ വീടായ ഫറവോന്റെ കട്ടക്കളത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം വെച്ചൊരു പദ്ധതിയാ. അവൻ്റെ കൈമേലും നെറ്റിമേലും ദാണ്ട കൈക്കകത്ത് ഇങ്ങനെ വചനം ചുറ്റിയിരിക്കും, പത്തിക്കകത്ത്. പിന്നെ തലയ്ക്കകത്ത് നമ്മൾ തോർത്ത് കിട്ടുന്ന പോലെ വചനം കാണും. അതിൻ്റെ പേരാ യൂത് ഹേ വൗഹേ. സ്വോത്രം. ആരാ? മോശ, പഴയ നിയമത്തിൻ്റെ വിമോചകൻ. മോശയുടെ കൊച്ചുമക്കൾ ആരൊക്കെയാണെന്നറിയാമോ? നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യുക. ഇസ്രയേലിൽ അവരുടെ പേരാ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരിക്കർത്ത. യവമാർ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇസ്രയേലിലെ പ്രധാനമന്ത്രി മോഡി സാറിൻ്റെ കൂട്ടുകാരൻ മേരാബായി ആകയ, അവൻ്റെ പേരാ ബെഞ്ചമിൻ നെതന്യാഹു. അവൻ ഈ കോവിഡ് വന്നപ്പം പറഞ്ഞ് എന്നും ഈ RT-PC എടുക്കണ്ട, അങ്ങനെയെങ്കിൽ എന്നും ടെസ്റ്റ് എടുക്കണ്ട, കുഞ്ഞുങ്ങളിൽ ഒരു ചിപ്പ് കൊടുക്കാം. അതിൻ്റെ പേര് ഷാബ്. പ്രായമുള്ളവരിൽ കൊടുക്കാം. ഹീബ്രു ഭാഷ ഹൈഷാൻ. അപ്പ ദൈവം വിചാരിച്ചു യവൻ റെഡിയാവത്തില്ല. അപ്പ സ്വർഗത്തിലെ ദൈവം യവൻ്റെ കസേരയുടെ കാലിളക്കി. ആരാ? മോഡി സാറിൻ്റെ കൂട്ടുകാരൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു. ഇത് പറഞ്ഞപ്പോൾ ദൈവം കാലിളക്കി. കാര്യമെന്താ? മനസ്സിലാക്കണം. ദൈവം ആരാ? ഇയ്യോബ് വീട്ടിൽ ചെന്ന് വായിക്കണം. 34:24. അവൻ ബലശാലികളെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി വിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്ത് ഇരുത്തും. സ്വോത്രം. ഇന്ന് രാത്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSCയുടെ ചോദ്യം വരും. ഇസ്രയേലിൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാ കെന്നസെറ്റിനകത്ത് എത്ര MP-മാരുണ്ട്? ബെഞ്ചമിൻ നെതന്യാഹുവിന് 28. പക്ഷെ 9 MP-മാരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേരാ നഫ്താലി ബെനറ്റ്. അവൻ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ വരും. പത്രം നിങ്ങൾക്ക് കാണാം. ഇസ്രയേൽക്കാരൻ പ്രധാനമന്ത്രി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, അവൻ ബലശാലികളെ ഇടിച്ച് തനിക്ക് ബോധിച്ചവരെ ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുവാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കിരീടത്തെ സ്വർഗത്തിലെ ദൈവം വെട്ടിക്കളഞ്ഞു. ആരാ കർത്താവ്? ഇന്ന് രാത്രി മനസ്സിലാക്കണം. വചനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന
വിളിക്കുന്നവനെ വെട്ടുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. സ്വോത്രം. ദൈവത്തിൻ്റെ വചനം ഇരുവായ് തലയുള്ള വാൾ. ആരാ? കഴുതയെ അന്വേഷിച്ച് പോയ ശൗലിനെ ഇസ്രയേലിന്റെ രാജാവാക്കി. അവൻ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയപ്പോൾ ആരാ അവനെ തട്ടിയത്? ഗിൽബോറ പർവ്വത നിരയിൽ സ്വന്തം ആയുധം കൊണ്ട് ശൗൽ പട്ടുപോയി. തീർന്നില്ല. രണ്ടാമത് ആരാ അടുത്തവൻ? നെബൂഖദ്നേസർ. അവൻ ആടുന്ന തൂക്കുവനമുണ്ടാക്കി. ആടുന്ന തൂക്കുവനമുണ്ടാക്കിയപ്പോൾ വൈകിട്ട് ഇനോവയ്ക്കകത്ത് നെയ്യാറിപ്പോയിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മഹത്വത്തിലെ ഭഗതിയാം ബാബിലോൺ. ദൈവം പറഞ്ഞു, നിന്നെ ഫോറസ്റ്റിനകത്ത് വിടുവാൻ. 7 വർഷം അവൻ വനാന്തരത്തിനകത്ത് കാളയെപ്പോലെ വൈക്കോലും പുല്ലും തിന്നെങ്കിൽ ഇന്ന് രാത്രി ഏത് നേതാവ് മറുതലിച്ചാലും അവനെ വെട്ടി നിരത്തുക. ദൈവത്തിൻ്റെ കയ്യിൽ വടിയുണ്ട്. വീരന്മാർ പട്ടുപോയതെങ്ങനെ? സ്വോത്രം. എല്ലാവരും വിചാരിച്ച കാട്ടാക്കട അനുഗ്രഹമെന്ന്. പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മച്ചിമാരെ ചീനി അരി മരച്ചീനി. സ്വോത്രം. നല്ല പിന്നെ ഇത് വെച്ചാൽ മരച്ചീനി പുഴുങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര സ്പീഡിലാണ് വെട്ടിപ്പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ മുതുവത്തൊന്ന് ചൊറിയും. രക്തം വരുമോ? ഇല്ല. സ്വോത്രം. അതുപോലെ വചനം നിനക്ക് നല്ല തണൽ തരും. വചനം മറുതലിച്ചാൽ നിന്നെ മരച്ചീനി വെട്ടുന്ന പോലെ വെട്ടാനും ഈ വചനത്തിനറിയാം. സ്വോത്രം. ഇരുവായ് തലയുള്ള വാള്. നിങ്ങൾ സ്വോത്രം പറയത്തില്ല. സ്വോത്രം. ഇത് കേട്ടോ? അതുകൊണ്ട് ഈ വചനം അങ്ങനെയെങ്കിൽ കണ്ടോ. അത് കഴിഞ്ഞാൽ ഇന്നത്തെ യഹൂദൻ ഈ ചിപ്പ് വെക്കുമോ? രാത്രി നിർത്താം, ബാക്കി നാളെ 6 ബാക്കി ഞാൻ അതിലോട്ട് തൊട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വരും. യേശു പറഞ്ഞെന്തോ? ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. കോവിഡിൻ്റെ മറവിൽ ഇന്നവൻ വന്നെങ്കിൽ അതിനുശേഷം വരുന്നു. മോഡി സാറിൻ്റെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് മാറി, RTPC മാറിയിട്ട് കൈകളിൽ ഒരു ബാർകോഡ്. പറയാം, ദേവദാസ് പാസ്റ്ററും ഞാനും ഇന്ന് രാത്രി കാട്ടാക്കട പോന്നു. കാട്ടാക്കട പോകുമ്പോൾ ഈ പേനയുടെ വില എനിക്കറിയത്തില്ല. ഞങ്ങളിത് കാട്ടാക്കട വെറൈറ്റി മാർക്കറ്റിൽ കാണിക്കുമ്പോൾ കമ്പ്യൂട്ടർ പറയും ഏത് കമ്പനി ഏത് പേന. അതുപോലെ ലോകത്തിലെ ജനസംഖ്യ 800 കോടിയിലേക്ക് പോവാം. ഇന്ന് എന്നും വാക്സിൻ കൊടുക്കാൻ പറ്റത്തില്ല, എന്നും RTPC ഇടാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും ഒരു ചിപ്പ് കൊടുക്കാം. പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് ഗെയിൻ, അല്ലെങ്കിൽ അമേരിക്ക കണ്ടുപിടിച്ചു മൈക്രോ നീഡിൽ പാച്ച് ബാൻഡേഡ്. അതിനെ സാറ്റലൈറ്റ് വെച്ച് മോണിറ്റർ ചെയ്യാം. നാളെ അതിൻ്റെ പേര് RNM. അറിയാ? അങ്ങനെ ഒരു ചിപ്പ് വച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ചിപ്പ് കാണിക്കുമ്പോൾ ഡോറ് തുറന്നു വരും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വാതിലും അടയ്ക്കും. മെറ്റൽ ഡിറ്റക്ടർ വഴി മനുഷ്യനെ കയറ്റിവിടും. അപ്പോൾ കൈക്കകത്ത് മോണിറ്ററൈസ് ചെയ്യുക. എന്താ, എവിടെ വാക്സിൻ എടുത്തിട്ടുണ്ടോ, പനിയുണ്ടോ, ചൂടുണ്ടോ. നാളെ അതിലേക്ക് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് ഇനി ശാസ്ത്രലോകം പറയാൻ പോന്നു, ഈ ചിപ്പില്ലാതെ രക്ഷയില്ല. നമുക്ക് സന്തോഷമില്ല. 2016 ചാലക്കുടി കൊരട്ടിയിൽ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വെക്കുമെന്ന് ഞാൻ പറഞ്ഞു. സ്വോത്രം. അന്നാ ഈ ഓൺലൈൻ ഷൈൻ എടുക്കുന്നത് പോലെ വീഡിയോ എടുത്ത്. സ്വോത്രം. ഈ പൂജപ്പുര എവിടെയാ പൂജപ്പുര? നമ്മുടെ പിന്നെ കേൾക്കണം നിങ്ങൾ, SBI. അവിടെ ഒരു ചെറുപ്പക്കാരൻ പൂജപ്പുര SBIയുടെ മാനേജർ, ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള നായർ സമുദായത്തിൽപ്പെട്ട ഒരു സാറിനെ കൊണ്ട് വീഡിയോ കാണിച്ചു ദേവദാസ് പാസ്റ്റർ. അന്ന് ഞാൻ പറഞ്ഞു, കൈ പ്രസ് ചെയ്തെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പണായി വരത്തോളെന്ന്. ഏത് ദിവസമാണ്? 6 കൊല്ലം മുമ്പ് 2016 ഞാൻ കൊരട്ടി അങ്കമാലിയിൽ പ്രസംഗിക്കുന്ന ഭയങ്കര കൺവെൻഷൻ ആയിരുന്നു. അന്നാ ഈ വീഡിയോകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, ബാങ്കിൽ പോകുന്നവർ പോലെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു പ്രസത്തിൽ വെച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓപ്പൺ ആവത്തുള്ളൂ. പാസ്വേഡ്. ഈ ഒരു ചെറുപ്പക്കാരൻ പൂജപ്പുര SBIയിൽ ഇരിക്കുന്ന മാനേജറുടെ പേര് ഞാൻ പറയത്തില്ല, ഹൈന്ദവ സമുദായത്തിൽ ഒരു നായർ സാറിന് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഈ ബൈബിൾ എത്ര ക്ലിയർ. നമ്മളിപ്പം കൈ കമ്പ്യൂട്ടറിനകത്ത് വെച്ചാലും തുറക്കത്തില്ല. ഒരു ചുമന്ന സാധനത്തിനകത്ത് കൈരേഖ കമ്പ്യൂട്ടറിനകത്ത് ചെന്നെങ്കിലേ ബാങ്കിലെ കമ്പ്യൂട്ടർ ഓപ്പൺ ആവുമെന്ന് ഒരു പാസ്റ്റർ പ്രസംഗിച്ചെന്ന് പറഞ്ഞു. സ്വോത്രം. അദ്ദേഹം നമ്പർ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ അന്ന് പറഞ്ഞത് വളരെ കറക്റ്റാ. ഇന്ന് ഞങ്ങൾ പൂജപ്പുരം വന്ന് പാസ്വേഡ് അടിച്ചാൽ ഞങ്ങളുടെ കമ്പ്യൂട്ടർ തുറക്കത്തില്ല. കൈവച്ച സിഗ്നൽ കമ്പ്യൂട്ടർ കിട്ടിയിട്ട് തുറന്നു വരും. അന്നാ വാക്യമാ, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവോ? സകല മനുഷ്യന്റെ കൈമുദ്ര എഴുതൂ. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും, മനുഷ്യൻ മാറും, സയൻസ് മാറും. എന്നാൽ യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. ക്രിസ്ത്യാനിയല്ല,
നായർ സമുദായത്തിലെ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. ആ പ്രസംഗം മുഴുവൻ കണ്ടിട്ട് പറഞ്ഞു ഇത്ര സയൻസ് ബൈബിളിൽ ഉണ്ടെന്ന് ഇപ്പോഴാ ഞങ്ങൾക്ക് പിടികിട്ടിയ. നമുക്കിത് ഉപദേശയുടെ വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പലരും ഇരിക്കുന്ന കുഞ്ഞ്, ഇത് നിത്യതയിൽ എത്തിക്കുന്ന നിത്യജീവന്റെ മൊഴിമുത്തുകളാണ് ഇന്ന് രാത്രി നിന്റെ കരങ്ങളിലിരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഈ കൈമേലും നെറ്റിമേലും യഹൂദൻ ചിപ്പ് വെക്കുമോ? അതാ സഭയെടുക്കപ്പെട്ടാൽ ഉപദ്രവക്കാല്. ഇന്ന് രാത്രി കൈമേലും നെറ്റിമേലും യഹൂദൻ ചിപ്പ് വെക്കുമോ? ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. 2 വാക്യം കൊണ്ട് ഇന്ന് രാത്രി നിർത്താൻ പോകുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം, ബാക്കി നാളെ വായിക്കാം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു. ദാണ്ടെ കൈക്കകത്ത് ഈ ചിപ്പ് കൊണ്ടുവച്ച് തൊലിയുടെ നിറം മങ്ങിയാൽ അത് തീപ്പൊള്ളലിന്റെ തിമർപ്പ്. അതുകൊണ്ടാണ് ഇത്രയും ടെക്നോളജി ഉള്ള ഇസ്രയേൽ കൈമേൽ ചിപ്പ് വെക്കാത്തത്. അടുത്ത വാക്ക് പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. മോശയുടെ കൊച്ചുമക്കളായ ഇസ്രയേൽ. അതുകൊണ്ട് ഈ കൈക്കകത്ത് ചിപ്പ് വച്ചാൽ അവൻ പാളയത്തിന് പുറത്ത്. അതുകൊണ്ട് യഹൂദൻ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല. ഇത്രയും ടെക്നോളജി ഉള്ള യഹൂദൻ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല. ഇന്ന് രാത്രി സഭയെടുക്കപ്പെട്ടാൽ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരും. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്, 1 ഭരണം, 2 മതം. ഇതിനെ പിടിച്ചുകൊണ്ട് ഈ ചിപ്പ് വെക്കുവാൻ അവനെ നിർബന്ധിക്കും. ഈ ചിപ്പ് വെക്കത്തില്ല. അന്ന് IS-ന്റെ മിലിറ്ററി ഇവിടെ മനുഷ്യന്റെ തലയിറക്കുന്നത് പോലെ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ യഹൂദന്റെ തലയറത്ത് വീഴും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ സഭയെടുക്കപ്പെട്ടാൽ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ അങ്ങനെ ഒരു രാത്രി ഇവിടെ വരാൻ പോകുന്നു? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. യോഹന്നാൻ 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ചിട്ട്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്യം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരും. കരമൊന്ന് ഉയർത്തി. കോവിഡിന്റെ മറവിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്ന് പകൽ ഈ കുഞ്ഞ് സിസ്റ്റർ വായിച്ച കേട്ടില് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. എൻ്റെ സമയമില്ല, ഒരു 40 ദിവസം വേണമെങ്കിലും നിന്ന് പ്രസംഗിക്കാം. കമ്പ്യൂട്ടറിന്റെ പ്രതിമ, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സാത്താന്റെ പ്രതിമ, അതിനെ യഹൂദൻ വണങ്ങത്തില്ല. അവൻ ആരാ? മേലാകാശത്തിൽ കീഴെ ഭൂമിയിൽ, ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, വണങ്ങരുത്. അവൻ വണങ്ങത്തില്ല. 2 കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല. അന്ന് അവന്റെ തലയറത്ത് വീഴും. അതാ യേശു പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്ന് രാത്രി മണവാട്ടി സഭയെ ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? അതുകൊണ്ടാ പറയുന്നത് കാലം സമീപമായി. 90% പ്രവചനവും നിങ്ങളോട് പറയുക. നാളെ റഷ്യ ഉക്രൈൻ കേൾക്കുമ്പോൾ നിങ്ങളിവിടെ കരയും. എന്തോ സംഭവം, ഇതെവിടെ ചെല്ലുന്നു? ദൈവരാജ്യം സമീപിച്ചു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. കോവിഡിന്റെ മറവിൽ ദുബായ്ക്ക് പോകുവാൻ വാക്സിനേറ്റഡ്, തമിഴ്നാട്ടിൽ പോകാൻ RT-PC. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരേ അടയാളം, ദാറ്റ് മീൻസ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. സഭയെടുക്കപ്പെട്ടാൽ സീൽ ഓഫ് ദ ബീസ്റ്റ് നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നു. ഇന്ന് രാത്രി 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വയ്ക്കുവാൻ പറ്റുമോ? നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. 2009 ആധാർ, 2015 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, 2018 എല്ലാ ATM-ലും ചിപ്പ്, 2021 നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബഡ്ജറ്റ് ഏപ്രിൽ 2022 400 കോടി പാസ്പോർട്ടിനകത്ത് ചിപ്പ് വെക്കാൻ. ഇനി ഒറ്റ വാക്കൂടെ ഉള്ളു, നമ്മുടെ കൈമേലും നെറ്റിമേലും വരാൻ കാലമായി. അതിനു മുമ്പ് മണവാട്ടി സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ ഒഫൻസസ്, ദ ക്രൈംസ്, അഥവാ ഇന്ന് മെഡിക്കൽ സയൻസും പോലീസും പറയുന്ന ചിപ്പാ നല്ലത്. നാളെ ഞാൻ അതിൻ്റെ ഒരു ഭാഗം കൂടെ എടുത്തിട്ടേ നിർത്തൂ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കൈകളിലേക്ക് ഒരു മുദ്ര വരാൻ പോകുന്നു. 2 seals in this world. നമ്പർ 1 അതാരാ? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സീൽ. നമ്പർ 2 നമ്മുടെ കയ്യിൽ ഒരു സീലുണ്ട്, ഹോളി സ്പിരിറ്റിൻ്റെ സീൽ.
മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വായിക്കാം, ഇന്ന് രാത്രി അവസാനിക്കാം. എഫേസ്യർ 4:30 വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇവിടെ ഒരു മുദ്ര വരാൻ പോവാ. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കുഞ്ഞ് തന്നെ വായിച്ചു. വെളിപ്പാട് 13, 16, 17, 18. വാങ്ങുവാനും വിൽക്കുവാനും ഒരു മുദ്ര എതിർ ക്രിസ്തുവിന്റെ. പക്ഷേ ദൈവസഭയ്ക്ക് ഒരു മുദ്രയുണ്ട്. വീണ്ടെടുപ്പിൻ നാളിനായി ഒരു മുദ്ര. ഏതാ? നാനോ ആണോ, സിലിക്കോ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവൻ കാഹളത്തിങ്കൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി 2 seals available in your hands or in your head. We are observing 1 seal. That means the chip of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവൻ കാഹളത്തിങ്കൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു. ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. കട്ടള കാലിന്മേലും, ബാക്കി പറ, കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അടയാളമായി വെക്കണം. ആ വീട്ടിനകത്ത് സംഹാരകൻ കയറിയോ? കരമുയരുന്നില്ലല്ലോ. പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ സകല സ്ഥലത്ത് സംഹാരകൻ താണ്ഡവമാടിയപ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്രയുള്ള ഒറ്റ കട്ടളക്കാലും കുറുമ്പടിമേലും ഉള്ളിടത്ത് അവൻ കയറിയില്ലെങ്കിൽ യോഹന്നാൻ ഏദനിൽ ഒരു ഊനമൃഗത്തെ അറുത്തു. എന്തിനു വേണ്ടി? ആദമ്യ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഒരു കോലാട്ടിൻ കുട്ടിയെ അറുത്തു. ഇസ്രയേലിന്റെ ആലയത്തിനകത്ത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം 1,62,000 ആടുകള് ശലോമോന്റെ ആലയത്തിൽ അറുത്തു. ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകളെ പെസഹായിൽ അറുത്തെങ്കിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കുഞ്ഞാടിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചങ്കിലെ ചോരയാൽ അടയാളം പ്രാപിച്ച ദൈവമക്കളുടെ അകത്ത് സാത്താന്റെ ചിപ്പ് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി. പൂഞ്ഞാങ്കോടെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ആരെ ചേർക്കാൻ? യേശു വരും തൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ. കട്ടയ്ക്കോടൊരു നല്ല വീട്, ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും, അവന് 40 വയസ്സ്. പലയിടത്തും ഞാൻ പറയാറുണ്ട്, ആ പെങ്കൊച്ചിന് 38 വയസ്സ്. ഏറെ നാളുകളായി അവർ വിദേശത്തായിരുന്നു. അവർക്ക് നല്ലൊരു കുഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്നവർ ടെസ്റ്റൊക്കെ എടുത്ത് ലാപ്രോസ്കോപ്പിയൊക്കെ കണ്ടു. ഗൈനക്കോളജി വഴി ഒരു കുഞ്ഞിനെ കിട്ടി. 4 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഇവ കരിക്കട്ട പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞുമായിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉച്ച കഴിഞ്ഞപ്പോൾ അവർ കിടന്നുറങ്ങി. ഈ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി. ചെറുപ്പക്കാരിയും ഹല്ലേലൂയ ചേർന്ന് കിടന്നു. 3:30 ആയപ്പോൾ ഇവർ എഴുന്നേറ്റു. കുഞ്ഞുറങ്ങുക. കുഞ്ഞിനോട് ചേർന്ന് എന്തോ ചെയ്തെന്നറിയാം, ഒരു തലയണ വെച്ചു. ചെറുപ്പക്കാരിയും പറഞ്ഞു, നമുക്ക് തോട്ടത്തിൽ പോയി വെള്ളമടിക്കാം. അവർ തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്തോത്രം, നാട്ടുകാർ വിളിക്കുന്നു, പോക. അവർ ഓടി വന്നു. വീട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ട് കത്തുന്നു. ചെറുപ്പക്കാരും വേഗത്തിൽ നിലവിളിച്ചു, അയ്യോ ഞങ്ങളുടെ 4 വയസ്സുള്ള കുഞ്ഞാ പെരയ്ക്കകത്ത് കിടക്ക്. അവർ ഇങ്ങനെ വാതിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാവൽക്കാർ പറഞ്ഞു, കയറരുത്, ഷോർട്ട് സർക്യൂട്ട്. സ്തോത്രം. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ല. അയ്യോ ഞങ്ങളുടെ കുഞ്ഞ് ചാമ്പലായി പോകാൻ പോകും. ചെറുപ്പക്കാരും കൈപിടിച്ച് പ്രത്യാശയോടെ പറഞ്ഞു, ആര് ഞങ്ങളെ തടഞ്ഞാലും, ഞങ്ങളുടെ ശരീരം വെന്താലും ശരി, ഞങ്ങൾ വീട്ടിനകത്ത് കയറി ഞങ്ങളുടെ കുഞ്ഞിനെ എടുക്കും. സ്വോത്ര. അവർ ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് വീട്ടിനകത്ത് ഓടിക്കയറി. സ്വോത്ര. ആ ഓടിക്കയറി കട്ടിൽ അല്പം പൊള്ളിയ കുഞ്ഞിനെ വാരിയെടുത്തു. ചാടി പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അല്പം പൊള്ളിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ അവന്റെ ചങ്കിനകത്ത് രക്തം വാർന്നൊഴുകി. ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പറഞ്ഞു, നിവർത്തിയായി
ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് പത്രോസ്ലീഹ പറഞ്ഞു, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. എന്നാൽ ഒരു പരുന്ത് തൻ്റെ കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ ഇന്ന് രാത്രി വചനം കേട്ട ദൈവമക്കളെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി എൻ്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി പറ, പാറയുടെ പിളർപ്പില് കടുന്തോക്കിലും ഇരിക്കുന്ന പ്രാവേ, വചനം കേട്ട കാട്ടാക്കളെ ദൈവമക്കളെ ചേർക്കുവാൻ ഒരു രാജാവ് നീതിയോടെ വാഴും. നാളെ രാത്രി 6 റഷ്യ ഉക്രൈൻ, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കൂ. കൃത്യം 7:30 നാളെ രാത്രി, അവസാന രാത്രി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് യോഗം അവസാനിക്കൂ. നല്ലൊരു കാലാവസ്ഥ, ദേശം ഉണരട്ടെ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ചർച്ചക്കോട് സഭയ്ക്ക് 1000 അല്ല, ഈ പൂഞ്ഞാങ്കോട് ഒരു ഉണർവിട്ട് കാറ്റടിക്കട്ടെ. കാട്ടാക്കടയിൽ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് എഴുന്നേക്കാം. രോഗങ്ങൾ മാറുന്ന രാത്രി, ശാപങ്ങൾ മാറുന്ന രാത്രി. യേശുവേ, ഇന്ന് രാത്രി വന്ന് വാഴണമേ. ഇനി ഞാനല്ല, അവൻ അത്ര ഈ പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി എഴുന്നള്ളുന്ന യേശു രാജാവ്. എല്ലാ കരങ്ങളും അടിച്ച് സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്, ദ പ്രഷ്യസ് മോമെന്റ്. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രി. യേശു വരാറായി. യെസ്, കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉടരും ഉണർത്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉടരും ഉണർത്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീക്കം, വിലാപം നൃത്തമായി തീർത്തിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മസിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീക്കം, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മസിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ. ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. അവസാന നിമിഷങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാണ്. നമ്മുടെ യേശു വരാറായി. അപ്പച്ചാപ്പച്ചി യേശു വരാറായി. ചട്ടക്കോട് യേശു വരാറായി. കാട്ടാക്കട യേശു വരാറായി. പൂഞ്ഞാങ്കോട് യേശു വരാറായി. ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, ദൈവത്തെ ആരാധിച്ചാണ്. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി.
രോഗങ്ങൾ മാറുന്ന രാത്രി, ശാപങ്ങൾ തകരുന്ന രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, മഹാദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ ഇന്ന് രാത്രി ചലിക്കണം. കത്തി തൊടാതെ സർജറി കരുത്തൊട്ട ദൈവത്തിന്റെ കാര്യം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഈ കൃപായുഗത്തിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിന് ഞാൻ പകരും. ഇന്ന് രാത്രി ഒരു ഉണർവിന്റെ രാത്രി, ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ രാത്രി, ആത്മകടയുടെ രാത്രി. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടോ. ഒരു ലോക്ക്ഡൌൺ വീണ്ടും വരാൻ പോകുന്നു, സഭകൾ അടയ്ക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ഒരവസരം കൂടി പൂഞ്ഞാക്കോടിന് ദൈവം തന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ആത്മനാഥന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങാറായി. മണവാട്ടി സഭയെ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളാം. നിന്റെ കരുണയ്ക്കായി, നിന്റെ ദയയ്ക്കായി, നിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി നന്ദിയപ്പാ. രാത്രി പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, ആത്മാവിന്റെ നദി ഒഴുകട്ടെ. ഈ തള ഒഴുകുന്നിടത്തെല്ലാം പ്രാണികൾ ചലിക്കട്ടെ. ഒട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ കഴിയാത്ത ഒരു ദൈവ കൃപ ഇന്ന് രാത്രി ചർച്ച് ഗ്രൗണ്ടിൽ നിന്ന് കാറ്റടിക്കുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, അണക്കെട്ട് പൊട്ടുന്നത് പോലെ, തീ ഇറങ്ങുന്നത് പോലെ ഇന്ന് രാത്രി ബാംഗ്ലൂർ IIT കോളേജിൽ UIT കോളേജിൽ ഒരു മീറ്റിംഗ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കേൾക്കാൻ എല്ലാവരും പറഞ്ഞു, അയ്യോ ഭക്തനായ ഒരു ദൈവദാസൻ കടന്നുപോയി. പോയി അവർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മൈ ഹസ്ബൻഡ് ഈസ് ഡൈഡ്. ആരാ പറഞ്ഞ്? എൻ്റെ ഭർത്താവ് മരിച്ചത്. സ്തേഫാനോസ് കല്ല് വന്ന് വീണപ്പോൾ ഉയരത്തിലേക്ക് നോക്കി, സ്വർഗം അവന് വേണ്ടി തുറന്നു. എൻ്റെ ഭർത്താവ് ഇവിടെ തീർന്നെങ്കിലും എൻ്റെ യേശു ബഹുമാന്യനാം ആചാര്യനായി മധ്യാകാശത്തിലുണ്ട്, അവൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഉണ്ട്. അവിടെ വെച്ച് അവർ പാടി, നിങ്ങൾ എത്ര അനുശോചനം പറഞ്ഞാലും എനിക്ക് ദുഃഖമില്ല, ഒരിക്കൽ മനുഷ്യനായാൽ മരണമുറപ്പാ, എനിക്കൊരു ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവ് നിത്യതയിൽ. അന്നാ സഹോദരി പാടി, താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്നുള്ള ഭീതിയില്ല, ഭാവിയല്ല അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ഗ്രൗണ്ടിൽ പാടും? കരമുയർത്തി. കോവിഡ് വരട്ടെ, 3250 പുറകെ കേരള ഗവൺമെന്റും പറയുന്നു നിയന്ത്രണം വരാൻ പോന്നു. കഴിപ്പാൻ ആര് തരും? കർത്താവ് കൂടെ ഉണ്ട്. അമ്മച്ചി, കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? കർത്താവ് നോക്കൂ അപ്പച്ച. വാക്സിനും അപ്പുറം എന്റെ കരുതുന്നൊരു കരമുണ്ട്, കരമെന്ന് ഉയർത്തിയാട്ടെ. താൻ വാഴുകയാൽ ഇന്ന് രാത്രി താൻ വാഴുകയാൽ കരങ്ങളും ഉയരട്ടെ. ആകുലമില്ല വീട്ടിലിരിക്കുന്നവർ കരമുയർത്തിയാട്ടെ. ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ഒരിക്കൽ കൂടി താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനായ യേശു വരാറായി. ദൈവത്തിൻ എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. യേശു നമ്മെ സ്നേഹിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ മധ്യാകാശത്തിൽ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ഉയർന്നു നിൽക്കട്ടെ. സ്വർഗ്ഗത്തിന്റെ ക്യാമറ ഇന്ന് രാത്രി പൂഞ്ഞാക്കോട് നിന്നെ തൊടുകയാണ്. അപ്പച്ച അമ്മയെ തൊടുന്നു, അമ്മച്ചി അമ്മയെ തൊടുന്നു, പഠിക്കുന്ന മോനെ മോള് ഇന്ന് രാത്രി തൊടുന്നു. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ യേശു വാഴുകയാൽ താൻ വാഴുകയാൽ
ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ഈ ലോക